ലോക നേതാക്കളുടെ നിർണായക സംഗമത്തിന് ഭാരതം വേദിയാകുന്നു. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പങ്കെടുക്കും. 7 വർഷത്തിന് ശേഷമാണ് ഷീ ജിൻപിങ് ഭാരതം സന്ദർശിക്കുന്നതെന്ന സവിശേഷതയുമുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ സന്ദർശനം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റേതായിരിക്കും. 2020 ഗാൽവാൻ താഴ്വര സംഘർഷവും 2022 തവാങ് അതിർത്തി പ്രശ്നവും ഭാരതവും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മുറിവുകൾ സൃഷ്ടിച്ചിരുന്നു. പിന്നീട് റഷ്യയിലെ കാസനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലിടെയാണ് മോദിയും ഷി ജിൻപിങ്ങുമായി ആദ്യം വീണ്ടും കൂടിക്കാഴ്ച നടത്തിയത്. അമേരിക്ക ഇറാൻ യുദ്ധം, ഇറാൻ UAE സംഘർഷം, ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഭാരതം നിർദ്ദേശിച്ച കാര്യങ്ങളിൽ ചൈനയ്ക്ക് അഭിപ്രായ ഭിന്നത ഉയർന്നതോടെയാണ് നയതന്ത്ര പ്രതിസന്ധി രൂപപ്പെട്ടത്. 2026 ജനുവരിയിൽ ബ്രിക്സ് പ്രസിഡൻസി ഏറ്റെടുത്ത ഭാരതത്തിന് ആഗോള രാഷ്ട്രീയ ധ്രുവീകരണത്തിനിടയിൽ കൂട്ടായ്മയെ ഏകോപിപ്പിക്കാനുള്ള നിർണായക ഉത്തരവാദിത്തമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ബ്രസീൽ, റഷ്യ, ഭാരതം, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക്സ് രൂപീകരിച്ചത്. 2009 റഷ്യയിലാണ് ആദ്യ ഉച്ചകോടി നടന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള IMF, വേൾഡ് ബാങ്ക്, G7 തുടങ്ങിയ സംവിധാനങ്ങൾക്ക് പകരം ബഹുധ്രുവ ലോകക്രമം ശക്തിപ്പെടുത്തുകയും വികസന രാജ്യങ്ങളുടെ ശബ്ദം ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കൂട്ടായ്മയുടെ രൂപീകരണം. 2010 ദക്ഷിണാഫ്രിക്കയും അംഗമായതോടെ ബ്രിക്സായി മാറി. പിന്നീട് ഈജിപ്ത്, ഇറാൻ, UAE, സൗദി അറേബ്യ, ഇന്തോനേഷ്യ എന്നിവയും അംഗങ്ങളായതോടെ ബ്രിക്സ് കൂട്ടായ്മയുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം കൂടുതൽ വ്യാപകമായി. ആഗോള അനിശ്ചിതത്വങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇനി സാധാരണ നയതന്ത്ര യോഗമെന്നതിലുപരി വലിയ പ്രാധാന്യമുള്ള വേദിയായി മാറും. ജനം, ഡൽഹി.